പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികളിൽ പിടിമുറുക്കി കുവൈറ്റ് ഭരണകൂടം. സമീപകാലത്ത് മറ്റ് പല ഗൾഫ് രാജ്യങ്ങളും പ്രവാസികളോട് ഉദാരമായ നയം സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും തങ്ങളുടെ നയങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കുവൈറ്റ്. ഇപ്പോൾ പ്രവാസികൾക്കുമേൽ അടുത്ത കുരുക്കിട്ടിരിക്കുകയാണ് കുവൈറ്റ്. രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾ എന്ത് കാരണത്തിന്റെ പേരിലായാലും രാജ്യം വിടാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴകൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും അടച്ചിരിക്കണം എന്നാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും രാജ്യത്തിന്റെ കര അതിർത്തി കവാടങ്ങൾ വഴിയും യാത്ര ചെയ്യുന്ന എല്ലാ വിദേശികൾക്കും തീരുമാനം ബാധകമായിരിക്കും. നിയമലംഘനങ്ങൾ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടികളെന്നാണ് സൂചന. നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ തിരിച്ചു രാജ്യത്തേക്ക് വരുന്നതിന് വിലക്കേർപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അതിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലിലോ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലോ എയർപോർട്ട്, ബോർഡർ പോർട്ട് എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും പിഴ അടയ്ക്കാൻ നിലവിൽ സംവിധാനങ്ങളുണ്ട്. ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയതിന് 2 മാസത്തിനിടെ കുവൈറ്റിൽ നിന്ന് 100ഓളം പ്രവാസികളെയാണ് നാടുകടത്തിയത്. പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കർശന നടപടികളുടെ ഭാഗമായി ട്രാഫിക് ലംഘനം നടത്തുന്ന പ്രവാസികളെ നാടുകടത്തുന്നത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു. അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, അശ്രദ്ധമായി വാഹനം ഓടിക്കുക, ടാക്സി പെർമിറ്റ് ഇല്ലാതെ സ്വകാര്യ വാഹനത്തിൽ ആളുകളെ കയറ്റി അനധികൃതമായി ഉപയോഗിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ നടത്തിയവരെയാണ് നാടുകടത്തിയത്. ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പാക്കാനാണ് കുവൈത്തിന്റെ തീരുമാനം. പ്രവാസി താമസക്കാരോ തൊഴിലാളികളോ കൂടുതലുള്ള പ്രദേശങ്ങൾ കൂടുതൽ കർശനമായി നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. റോഡ് സുരക്ഷയും അച്ചടക്കവും നിലനിർത്തിയുള്ള ശ്രമത്തിനായി അധികാരികൾ സമഗ്രമായ പദ്ധതി ആരംഭിച്ചതിന്റെ ഭാഗമായാണ് നടപടി. പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കുന്ന നടപടിയും രാജ്യത്ത് തുടരുകയാണ്. കുവൈത്തിൽ ഈ വർഷം 2ാം പാദത്തിൽ 913 പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തതായി ട്രാഫിക് വകുപ്പ് അറിയിച്ചു. പരിശോധനകളിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനാണ് സസ്പെൻഷൻ. ചില കേസുകളിൽ 3 മാസം മുതൽ 1 വർഷം വരെയാണ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റു ചില കേസുകളിൽ ലൈസൻസ് സ്ഥിരമായും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസികൾക്ക് അനുവദിച്ച ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പരിശോധന തുടരുമെന്നാണ് സൂചന. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.